നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താൻ ബി.ജെ.പി. തന്ത്രം ആവിഷ്കരിക്കുന്നു. ആദ്യഘട്ടമായി നിയമവും കഴക്കൂട്ടവും ഉൾപ്പെടെ 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ജനുവരി 12-ന് മുൻപ് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ നേമത്ത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ നേടിയ ചരിത്ര വിജയം ആഘോഷമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജനുവരി 11-ന് തലസ്ഥാനത്തെത്തും. ഇതോടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. ബി.ജെ.പിക്ക് വലിയ വോട്ട് ബാങ്കുള്ള പാലക്കാട് സുരേന്ദ്രനിലൂടെ പിടിച്ചെടുക്കാം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ശോഭാ സുരേന്ദ്രനെ കായംകുളത്താണ് പരിഗണിക്കുന്നത്. മറ്റു പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അമിത്ഷായുടെ സന്ദർശനത്തോടെ അന്തിമഘട്ടത്തിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യാനാണ് അമിത്ഷാ എത്തുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന തീയതി അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നറിയുന്നു. കോർപ്പറേഷൻ ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആവേശഭരിതരായ പ്രവർത്തകർക്ക് ഊർജം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പടയൊരുക്കം നയിക്കാൻ നായകൻ എത്തുന്നതിനു മുൻപ് ഉപനായകൻ തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11-ന് തലസ്ഥാനത്ത് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളുടെ യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും അമിത്ഷാ ഇതോടെ തുടക്കമിടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും. എൻ.ഡി.എ ഭരണത്തിൽ എത്തിയതിനെ അഭിനന്ദിച്ച് മേയർ വി രാജേഷും നഗരസഭാ മേയർ ആശാനാഥും ഉൾപ്പെട്ട പ്രദേശത്തെ കൗൺസിലർമാർക്ക് പ്രധാനമന്ത്രി മോദി കത്തെഴുതിയത് തിരുവനന്തപുരത്തിന് നൽകുന്നത് ശുഭപ്രതീക്ഷയാണ്. എന്തായാലും വിജയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ബി.ജെ.പി. നേതൃത്വം മാറിയ ശേഷമുണ്ടായ ആദ്യ ഇലക്ഷൻ. ഇതിൽ ബി.ജെ.പിക്ക് ഉണ്ടായത് 4.69% വോട്ടിംഗ് നഷ്ടമാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ ചരിത്രം എടുത്താൽ എല്ലാ ഇലക്ഷനിലും വോട്ടിംഗ് ശതമാനം കുതിച്ചുയരുകയായിരുന്നു. എന്നാൽ അതിനെ ഇപ്പോഴായിരുന്നു കഴിഞ്ഞുപോയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ ബി.ജെ.പിക്ക് ജനപിന്തുണ മുൻ ഇലക്ഷനേക്കാൾ 5% അടുത്ത് എങ്ങനെയാണ് കുറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിംഗ് ശതമാനത്തിൽ തിരിച്ചടി കിട്ടിയ മുന്നണിയും ബി.ജെ.പിയും എൻ.ഡി.എയും തന്നെ. ഇടതുമുന്നണിക്ക് പോലും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ അപേക്ഷിച്ച് എടുത്തു പറയാൻ വലിയ കുറവില്ല, നേരിയ വ്യത്യാസമേ ഉള്ളൂ. യു.ഡി.എഫിനും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. ഇനി ബി.ജെ.പിയിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വം ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു പ്രാധാന്യത്തിലേക്ക് പോവുകയാണ്. അത് എങ്ങനെയെന്ന് പരിശോധിക്കാം. 2024 അതായത് തൊട്ടു മുൻപ് നടന്ന ഇലക്ഷനിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പിടിച്ചത് 19.4% എന്ന വൻ വോട്ടിംഗ് ശതമാനമാണ്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 1/5 ബി.ജെ.പിക്കും എൻ.ഡി.എക്കും കിട്ടി. ആ ഇലക്ഷനിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വം ബി.ജെ.പിക്ക് ഉണ്ടാക്കിയത് 3.76% വോട്ടിന്റെ വർധനമാണ്. ഇത് സൂപ്പറായ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെയായിരിക്കും കെ സുരേന്ദ്രനെ ഇപ്പോൾ പാലക്കാട്ടേക്കൊരു സജഷൻ വന്നിരിക്കുന്നത്. കാരണം പാലക്കാട് എന്ന് പറയുന്ന കോർപ്പറേഷൻ ഇപ്പോൾ ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ അത്രയും കരുത്തനായ ഒരു നേതാവിന്റെ പേര്, കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ തന്നെ വന്ന മാറ്റങ്ങളിലൊക്കെ കേന്ദ്ര നേതൃത്വം ഒരു വിലയിരുത്തൽ നടത്തി എന്ന് ഉറപ്പാണ്. എന്തായാലും ബി.ജെ.പിയിൽ കെ സുരേന്ദ്രന്റെ ഒരു തിരിച്ചുവരവ് വ്യക്തമാണ്. ടീം രാജീവ്, ടീം സുരേന്ദ്രന്റെ ഉപദേശങ്ങൾ കൂടി ഇനി കേൾക്കണം എന്ന നിലയിലേക്ക് വരികയാണ്. ബിസിനസ്സുകാരനിൽ നിന്നും മികച്ച വാഗ്മിയിലേക്കും പ്രവർത്തകരുടെ വികാരമായും ഒക്കെ രാജീവ് ചന്ദ്രശേഖരൻ ഇതുപോലെ മാറാൻ സാധിക്കണം. കെ സുരേന്ദ്രനിൽ നിന്നും അദ്ദേഹം ഏറെ പഠിക്കാനുമുണ്ട് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ പാർട്ടിയിലെ ഒരു വികാരവും അടിസ്ഥാന ശിലയും തന്നെയാണെന്ന് വിളിച്ചൊതുകയാണ് കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയം. സുരേന്ദ്രൻ ഉയർത്തിയ സിക്സറുകൾ ഇപ്പോൾ ബൗണ്ടറി ആവുകയാണ്. പുതിയ നേതൃത്വത്തിന് കീഴിൽ 20% വോട്ട് വിഹിതവുമായി തിളങ്ങി നിന്ന കേരള ബി.ജെ.പി. ഇപ്പോൾ 14% കൂപ്പുകുത്തിയ അവസ്ഥയിൽ നിയമസഭ പിടിച്ചത് തന്നെയെന്നും വിലയിരുത്തൽ ഉണ്ട്. എന്തായാലും ഫേസ്ബുക്കിലും റീൽ ഉണ്ടാക്കലിലും അല്ല വിജയവും വോട്ട് എന്നും ബിസിനസ്സുകാരനായ പുതിയ പ്രസിഡന്റിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ഈ തദ്ദേശ ഇലക്ഷൻ. പാർട്ടിയിലെ പഴയ മുഖങ്ങൾക്കും ചോരയും നീരും നൽകിയവർക്കുമൊക്കെ പ്രാധാന്യമുണ്ട് എന്ന അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വെറുതെയല്ല തലസ്ഥാനത്ത് മേയർ ഇലക്ഷനിൽ RSS ഇടപെടുകയും രാജീവ് ചന്ദ്രശേഖരനെ തിരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. എന്തായാലും മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യം തന്നെയാണ്. എങ്കിൽ പോലും എന്തൊക്കെയാണ് മാറേണ്ടത് എന്നുകൂടി ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ മുന്നിൽ സമാഗതമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.